വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 7 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് 900 ലിൻസ് സ്ഥലത്ത് 1915 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സ്പേസോടു കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 950 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും കാക്കനാടേക്ക് 11 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 14 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 11 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 23 കിലോമീറ്ററും SMGC എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 4.8 കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.2 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ടാർ റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭംഗിയുള്ള വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും 2-വേ ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ നൽകിയാണ് വന്നിരിക്കുന്നത്. 3.6 മീറ്ററോളമാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കുകളും സ്ക്വയർ ട്യൂബ് ഡിസൈനും നൽകിയാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ 5 മീറ്ററിലധികമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് ലഭിക്കുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. കൂടാതെ കോർണറിലായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ 9.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഈ ഒരു ഭാഗത്ത് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 9 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ആണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. കൂടാതെ 2 സിലിണ്ടറുകൾ വെക്കാവുന്ന ഒരു ഗേജും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തേക്ക് വിട്ട് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 2 ചെയർ ഇടാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. കോർണറായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിൽവർ സ്ട്രിപ്പൊക്കെ നൽകി ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഈ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 13.5 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോകൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. നോർത്ത് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും സൈഡിൽ ഡെക്കർ സ്പേസും മുകളിൽ സ്പോട്ട് ലൈറ്റും TV യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ സ്ട്രിപ്പ് ലൈറ്റും ലൂവോയുടെ ഡിസൈനിലുള്ള പാനലിങ്ങും എല്ലാം നൽകിയാണ് ഈ ഒരു TV യൂണിറ്റ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും വുഡൻ ടെക്സ്റ്റിലുള്ള പാനലിംഗ് വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സ്പോട്ട് ലൈറ്റും CNC കട്ടിംഗ് ഡിസൈനും എല്ലാം നൽകിയാണ് ഈ ഒരു പാനലിംഗ് വർക്കും വരുന്നത്. പിന്നീട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 16 അടിയിലേറെ നീളവും 15 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ചെറിയൊരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് വരുന്നത്. താഴെയായിട്ടും സൈഡിലൊക്കെ സ്റ്റോറേജും ഓപ്പൺ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം വരുന്നത്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാണ്ട വയസ്സും വീഗാണ്ട സ്വിച്ചസുമാണ് വരുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് കിച്ചൻ്റെ ഡോർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്.
ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ള സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു കൗണ്ടർ സ്പേസിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് ഈ ഒരു കിച്ചണിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് 10 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണുള്ളത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡിലെ വിൻഡോയോട് ചേർന്ന് തന്നെ നമുക്കൊരു സീറ്റിംഗ് യൂണിറ്റും സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അതിന്റെ ഇരുഭാഗത്തും 2 ഡോറിന്റെ വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിലും വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സുകൾ നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈസ്റ്റിലേക്ക് താഴെയായിട്ട് പർഗോളകളാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ 3 ഡോർ വിൻഡോയും വന്നിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ കോർണറിലായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് മുകളിലത്തെ നിലയിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് വരുന്നത്. അതുപോലെ തന്നെ 14 അടിയോളം നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ വരുന്നത്. എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണുള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഈ ഒരു ബെഡ്റൂമിലും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിലും വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റും എക്സ്ട്രാ ഒരു ടാപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും വന്നിരിക്കുന്നത്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു സ്പേസ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് വരുന്നത്. കോർണറിലായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളാണ് വരുന്നത്. ഹാൻഡ് റെയിൽ നമുക്ക് SS-ലാണ് വരുന്നത്. ഇനി ഇവിടെ ഗ്ലാസിൻ്റെ വർക്ക് കൂടി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ LED സ്പോട്ട് ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. 4 സെന്റ് 900 ലിങ്സ് സ്ഥലത്ത് 1915 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയ ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതും അതുപോലെ തന്നെ പ്ലോട്ടുകളുടെ അവൈലബിലിറ്റിക്കും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.